ഇന്നത്തെ വരികൾക്കിടയിൽ നമുക്ക് മാതൃഭൂമിയിൽ നിന്ന് തുടങ്ങാം. ആദ്യ പേജിൽ തീർച്ചയായും അവർ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത സഖാവ് സ്വതന്ത്രൻ എന്നുള്ളതാണ്. ജി സുധാകരന്റെ ഇന്നത്തെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം, പുറത്തേക്കുള്ള പോക്ക്, അതെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വാർത്തയുണ്ട്. ഓഫീസ് പ്രവൃത്തി ദിനം 5 ശുപാർശ ഇന്ന് മന്ത്രിസഭ പരിഗണിച്ചേക്കും എന്ന തലക്കെട്ടോടുകൂടി നൽകിയിരിക്കുന്ന വാർത്തയാണ്. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 കുറയ്ക്കുന്നത് സംബന്ധിച്ച ശുപാർശ വെള്ളിയാഴ്ച മന്ത്രിസഭ പരിഗണിച്ചേക്കും. ഇത് സംബന്ധിച്ച ഫയൽ പൊതുഭരണ സെക്രട്ടറി ബുധനാഴ്ച ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. ദിവസ പ്രവൃത്തി സമയം കൂട്ടി പ്രവൃത്തി ദിനം കുറയ്ക്കുന്നതിന് ജീവനക്കാരുടെ സംഘടനകൾ തത്വത്തിൽ സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ പൊതു അവധിയും ക്യാഷ് ലീവും വെട്ടിക്കുറയ്ക്കരുത് എന്നായിരുന്നു അവരുടെ ആവശ്യം. എന്തായാലും ഈ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുള്ള ഒരു നീക്കമാണ് എന്ന് തോന്നുന്നു അല്ലേ? തെരഞ്ഞെടുപ്പല്ലേ, ഇത്തരത്തിൽ പലതരത്തിലുള്ള തീരുമാനങ്ങൾ ഇനി വരും ദിവസങ്ങളിലും വരും. അതെ, സർക്കാർ ജീവനക്കാർക്ക് ഏറെ സന്തോഷപ്രദമായ ഒരു കാര്യം തന്നെയാണല്ലോ പ്രവൃത്തി ദിവസം 5 ദിവസമാക്കുക, ശനി ഞായർ അവധി കിട്ടും. അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കൃത്യമായ ഒരു സേവനം കിട്ടുന്നില്ല. ഈ ചൂപ്പുനാടയിൽ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയൊക്കെ ഇപ്പോഴേ ഉണ്ട്. അതൊന്നും പരിഹരിക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ദിവസം വെട്ടിക്കുറയ്ക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും നമുക്ക് മനോരമയിൽ എന്താണ് എന്നുള്ളത്. മനോരമയിലേക്ക് വന്നാൽ അതിന്റെ 1-ാം പേജിലെ വാർത്ത അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ മത്സരിക്കുന്നത് തന്നെയാണ്. പാർട്ടിയെ നേരിടാൻ സുധാകരൻ എന്നുള്ള വാർത്തയാണ് തലക്കെട്ടായി വരുന്നത്. സുധാകരൻ വാർത്താ സമ്മേളനത്തിനായി സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന, വാതിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി സ്വതന്ത്രൻ എന്നുള്ള നിലയിലാണ് ആ വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മനോരമയ്ക്ക് 2 1-ാം പേജുണ്ട്. പരസ്യം ഒക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, 2 1-ാം പേജുണ്ട്. അതിൽ രണ്ടാമത്തെ 1-ാം പേജിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത വെള്ളാപ്പള്ളിക്ക് അയോഗ്യത എന്നുള്ളതാണ്. SNDP ഭരണസമിതിക്കെതിരെ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. റിട്ടേൺ നൽകുന്നതിലടക്കം വീഴ്ച, പുനർനിയമനം പറ്റില്ല, താൽക്കാലിക ഡയറക്ടർമാരെ സർക്കാർ നിയമിക്കണം തുടങ്ങിയ വാർത്ത വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. അതേ 1-ാം പേജിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹോർമസ് തുറക്കില്ല എന്നുള്ളതാണ്. മുജിതബ അറിയിച്ചതാണ്. ആക്രമണം തുടരുമെന്നും ഇറാൻ പരമോന്നത നേതാവ് അറിയിച്ചിരിക്കുന്നു. ആ വാർത്ത കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനോട് ചേർത്തുള്ള വാർത്തയാണ് ഇറാഖ് തുറമുഖത്ത് ആക്രമണം, ഇന്ത്യക്കാരൻ മരിച്ചു എന്നുള്ളതാണ്. ഗൾഫിൽ അമേരിക്കൻ ബാങ്കുകൾ അടച്ചു എന്നുള്ള വാർത്ത കൊടുത്തിരിക്കുന്നു. അതിൽ ഒരു ചിത്രവുമുണ്ട്. തീക്കടൽ, അതായത് ഇറാഖിലെ ബസ്രക്കടുത്ത് ഘോറൽ സുബൈർ തുറമുഖത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തീപിടിച്ച സേഫ് സീ വിഷ്ണു കപ്പൽ എന്ന കപ്പലിൻ്റെ ചിത്രവും തീപിടിച്ച കപ്പലിൻ്റെ ചിത്രവും ആ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. ഉൾപേജിലേക്ക് പോയാൽ, ഉൾപേജിലേക്ക് വരുമ്പോൾ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്ന വാർത്ത വളരെ വിശദമായി തന്നെ മനോരമ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 4-ാം പേജിലാണ്. മനോരമയുടെ 4-ാം പേജ് സമ്പൂർണ്ണമായി, അല്ലെങ്കിൽ അതിൻ്റെ 3/4 ഭാഗത്തോളം സുധാകരൻ്റെ വാർത്തയാണ് കൊടുത്തിട്ടുള്ളത്. CPM-നെ ഉലച്ച് സുധാകര പ്രഹരം, തഴഞ്ഞു തിരിച്ചടിച്ചു, വിപ്ലവ മണ്ണിൽ നിന്ന് തലയെടുപ്പുള്ള വിമതർ ആരൊക്കെ, ഇതിനു മുമ്പ് വിമതരായി വന്നവർ ആരൊക്കെ എന്നുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടെ മനോരമ കൊടുത്തിരിക്കുന്നു. ഒന്ന് MV രാഘവൻ, അതേപോലെ തന്നെ KR ഗൗരിയമ്മ, TJ ആഞ്ചലോസ് CPM-ൻ്റെ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹം ഇടതുപക്ഷം വിട്ടുപോയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും CPI തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം CPM-ൻ്റെ പ്രമുഖ നേതാവായിരുന്നു. അങ്ങനെ CPM-ൽ ആരൊക്കെയാണ് വിമതസ്വരം ഉയർത്തിയത്, അവരൊക്കെ ഇന്ന് ഏത് അവസ്ഥയിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി മനോരമ ഈ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് മനോരമ. ഇനി നമുക്ക് കേരള കൗമുദിയിലേക്ക് പോകാം. പ്രധാന പേജിൽ ഗ്രാമീണ മേഖലയിൽ 45 ദിവസം ഗ്യാസ് ബുക്കിങ്ങിന് കാത്തിരിക്കണം എന്ന തലക്കെട്ടോടുകൂടി അവർ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. ക്ഷാമമോ വിതരണ തടസ്സമോ ഇല്ല എന്നാണ് പെട്രോളിയം മന്ത്രി പറയുന്നത്. ആ വാക്കുകളെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നിയന്ത്രണം പൂഴ്ത്തിവയ്പ് തടയാൻ എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബുക്ക് ചെയ്താൽ 2.5 ദിവസത്തിനുള്ളിൽ പാചകവാതക സിലിണ്ടർ ലഭിക്കുമെന്ന ഉറപ്പ് നൽകുന്ന കേന്ദ്ര സർക്കാർ, പക്ഷേ ബുക്കിംഗ് നടത്താൻ 45 ദിവസം കഴിഞ്ഞിരിക്കണമെന്ന ഉപാധി ഏർപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തെ ഗ്രാമീണ മേഖലകളിൽ ഈ ഇടവേള നിർബന്ധമാക്കിയിട്ടുണ്ട്. നഗരമേഖലകളിൽ 25 ദിവസത്തെ ഇടവേള നേരത്തെ നടപ്പിലാക്കിയിരുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി തന്നെയാണ് ഈ വാർത്തയെ കണക്കാക്കേണ്ടത്. ഗ്രാമീണ മേഖലയിൽ ഇനി മുതൽ 45 ദിവസം
ഒരു ഇടവേളയായി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പാലിക്കണം. ഇതെല്ലാം ഈ നിയന്ത്രണങ്ങളെല്ലാം ഒരു കരിഞ്ചന്ത അല്ലെങ്കിൽ പൂഴ്ത്തിവെപ്പ് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഒപ്പം തന്നെ ഈ ഹോട്ടലുകളെ ആശ്രയിച്ചവർ ഭക്ഷണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാര്യം കൂടി ഈ വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹോട്ടൽ ഭക്ഷണം മാത്രം ആശ്രയിച്ചു കഴിയുന്നവരുടെയും ഹോട്ടൽ ജീവനക്കാരുടെയും ജീവിതം പാടെ വഴിമുട്ടിയ ഒരു സ്ഥിതിയുണ്ട്. പല കടകളും ഈ വിറകടുപ്പിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. അതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ വാർത്തയിൽ തീർച്ചയായും. ഇനി നമ്മൾ ഉൾപേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വതന്ത്രൻ സുധാകരൻ എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി കേരളകൗമുദി നൽകിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മൾ പല പത്രങ്ങളും പരിശോധിച്ചപ്പോൾ അവരുടെ തലക്കെട്ടെല്ലാം സ്വതന്ത്രൻ സുധാകരൻ എന്നുള്ളതാണ്. അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കും. അദ്ദേഹം ആ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. CPM-നോട് ബൈ പറഞ്ഞു. LDF-ന് തിരിച്ചടി, UDF പിന്തുണച്ചേക്കും. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മുൻമന്ത്രിയും ജനകീയ കമ്മ്യൂണിസ്റ്റുമായ G. സുധാകരൻ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് CPM-ന് ക്ഷീണവും കടുത്ത വെല്ലുവിളിയും ആയിട്ടുണ്ട്. ആരുടെയും സഹായം തേടിയിട്ടില്ലെന്ന് സുധാകരൻ പറയുന്നുവെങ്കിലും UDF പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്നാണ് അറിയുന്നത് എന്നാണ് വാർത്തയിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പിണറായി വീണ്ടും വന്നാൽ സന്തോഷം എന്നുള്ളത് ഒരു സൈഡായി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് സ്റ്റോറിയായി നൽകിയിട്ടുണ്ട്. മുറവേറ്റ സഖാവ് എല്ലാം ഉറപ്പിച്ചു. അത് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമായി തന്നെ നിഴലിച്ച കാര്യമാണ്. പാർട്ടിക്കെതിരെ കൃത്യമായ ഒരു അമ്പെയ്തിട്ടുണ്ട് സുധാകരൻ എന്നുള്ളതാണ് ഇതുവരെ നടന്നതും അദ്ദേഹം അനുഭവിച്ചതുമെല്ലാം അദ്ദേഹം ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു. പിന്നീട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടും അദ്ദേഹം അതൊക്കെ തുറന്നു പറയാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റായി തന്നെ തുടരും, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ അക്കമിട്ട് നിരത്തിയിരുന്നു. അതെ. എന്തായാലും ഇനി മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ, ഫേസ്ബുക്കിൽ വോട്ട് അഭ്യർത്ഥിച്ച് G. സുധാകരൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വോട്ട് അഭ്യർത്ഥിച്ച് G. സുധാകരൻ. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുധാകരൻ എന്ന വാർത്ത അവർ നൽകിയിട്ടുണ്ട്. ഇനി തലപ്പൊക്കത്തോടെ സഖാവിന്റെ പടിയിറക്കം എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്ത കൂടി ഉൾപേജിൽ അവർ നൽകിയിട്ടുണ്ട്. പൊക്കിൾക്കൊടി ബന്ധം മുറിച്ച് G. സുധാകരൻ സ്വയം പാർട്ടിയുടെ പടിയിറങ്ങുമ്പോൾ CPM-ന് നഷ്ടമാകുന്നത് VS അച്യുതാനന്ദനും KR ഗൗരിയമ്മയ്ക്കും ശേഷം ആലപ്പുഴയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിനെ എന്നാണ് അവർ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 63 വർഷത്തെ ബന്ധമാണ് G. സുധാകരൻ ഉപേക്ഷിച്ചത് എന്നാണ് അല്ലേ? അതെ, അങ്ങനെയാണ്. എന്തായാലും വാർത്തയിലേക്ക് വിശദമായി പോയി കഴിഞ്ഞാൽ, ഗൗരിയമ്മയ്ക്കും MV രാഘവനും ശേഷം CPM-നെ കൈവിടുന്ന പ്രമുഖ നേതാവാണ് സുധാകരൻ. പ്രതിയോഗിയായി G. സുധാകരൻ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് മുഖത്ത് CPM നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി ചെറുതാകില്ല എന്നുള്ള കാര്യം കൂടി കൗമുദിയിലെ ഈ വാർത്തയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി ഉൾപേജുകളിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ 11-ാമത്തെ പേജിൽ ഹോട്ടലുകൾ ഒന്നൊന്നായി അടയുന്നു, നെട്ടോട്ടമോടി ജനം എന്നുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ഗ്യാസ് ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ജില്ലയിൽ പ്രവർത്തനം നിർത്തിവെച്ച ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട പല ഹോട്ടലുകളും പ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള വാർത്ത അവർ നൽകിയിട്ടുണ്ട്. 30% ഹോട്ടലുകൾ അടച്ചുവെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതെ. ഇനി നമുക്ക് ജന്മഭൂമിയിലേക്ക് വന്നാൽ, മറ്റു പത്രങ്ങൾ 1-ാം പേജിൽ നൽകാത്ത ഒരു വാർത്ത ജന്മഭൂമി കൊടുത്തിരിക്കുന്നു. അതായത് പരിഭ്രാന്തി പരത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ്. അത് പാചകവാതക വിതരണത്തെ സംബന്ധിച്ചാണ്. അനാവശ്യമായ ഭീതി പടർത്തി പാചകവാതകം ലഭിക്കാനില്ല എന്നുള്ള വ്യാപക പ്രചാരണം നടത്തുന്നതോടെ എല്ലാവരും ഈ പാചകവാതകം വേണം ആവശ്യപ്പെട്ട് വീടുകളിൽ പോലും ആവശ്യമില്ലാത്തവർ പോലും പാചകവാതകം മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഒരു അനാവശ്യ ഭീതി ഉണ്ടാക്കി വെക്കുകയാണ്. വലിയ പ്രതിസന്ധി ഒഴിവാക്കാനാണ് ചെറിയ നിയന്ത്രണങ്ങൾ. ബുക്കിംഗ് ഇടവേള 45 ദിവസമാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്ത കേന്ദ്ര പെട്രോളിയം മന്ത്രി ഇന്നലെ പാർലമെൻറ്റിൽ പറഞ്ഞിരുന്നു. അതുകൂടാതെ പെട്രോളിയം വകുപ്പിൽ നിന്നുള്ള മന്ത്രാലയത്തിൻ്റെ അറിയിപ്പാണ് ജന്മഭൂമി 1-ാം പേജിൽ കൊടുത്തിട്ടുള്ളത്. ഉൾപേജിലേക്ക് വന്നാൽ, കടകംപള്ളിയുടെ പങ്ക് വ്യക്തമാക്കി പോറ്റിയുടെ മൊഴി എന്നുള്ള വാർത്ത ജന്മഭൂമി നൽകുന്നു. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും നേരിട്ട് പങ്കുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും സജിത് പരമേശ്വരൻ്റെ ബൈലൈൻ സ്റ്റോറിയാണത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്ക് വ്യക്തമാക്കി 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് നൽകിയ മൊഴി പുറത്ത്. അന്യസംസ്ഥാന സ്പോൺസർമാരെ 2017-19 കാലത്തെ ദേവസ്വം ബോർഡിന് പരിചയപ്പെടുത്തിയത് മന്ത്രി കടകംപള്ളി ആയിരുന്നു എന്നാണ് പോറ്റി SITയോട് വെളിപ്പെടുത്തിയത് എന്നുള്ള വിശദമായ റിപ്പോർട്ട് ഈ പത്രത്തിൽ വ്യക്തമായി നൽകിയിരിക്കുന്നു.
അതോടൊപ്പം തന്നെ ജന്മഭൂമിയുടെ ഉൾപേജിൽ ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പണി പൂർത്തിയാക്കാതെ കായിക ഭവൻ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. പല കെട്ടിടങ്ങളും പല പാലങ്ങളും പല റോഡുകളും നിർമ്മാണം പൂർത്തിയാക്കാതെ വളരെ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി അത്തരം കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉദ്ഘാടന തട്ടിപ്പുമായി സംസ്ഥാന സർക്കാർ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പൂർത്തിയാക്കാതെ തിരുവനന്തപുരത്തെ കായിക ഭവൻ ഉദ്ഘാടനം ചെയ്ത വാർത്തയാണ് ജന്മഭൂമി നൽകിയിട്ടുള്ളത്. ഉൾപേജിലേക്ക് വന്നാൽ നമ്മൾ ആ വാർത്തയെ സംബന്ധിച്ച് ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നും വാർത്ത നൽകിയതാണ്. RSS പ്രതിനിധി സഭയ്ക്ക് ഇന്ന് തുടക്കമാകുന്നു. ഹരിയാനയിലാണ് RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുന്ന വാർത്ത ജന്മഭൂമിയിൽ ഇന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം പ്രധാനപ്പെട്ട വാർത്തയിലൂടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞു. കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ മീനഭരണി തൂക്ക മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. നമ്മൾ ആ ക്ഷേത്രത്തിലെയും വാർത്തകൾ തത്സമയം നൽകുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും ഉച്ചയ്ക്ക് ശേഷമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് തുടങ്ങുന്നത്.